ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട്, അതായത് വാക്കബിൾ ഡിസ്റ്റൻസിനാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ചെമ്പറക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടും കൂടിയാണ്. ഇവിടെ നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന 6 സെൻറ്റ് ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. താഴെ ഇതിന് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. അഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ് എടുത്തുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. ബോക്സ് ഡിസൈനിലുള്ള എലവേഷനാണ് വന്നുള്ളത്. ഭംഗിയുള്ളൊരു മതിൽ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരികയാണ്. കയറി വരുമ്പോൾ ആദ്യം കാണുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാംഗ്ലൂർ സ്റ്റോൺ വർക്കാണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പോർച്ചിലേക്ക് വരാം. ഇവിടെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ളൊരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റി വരാം. നേരെ നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരാം. വീട് ഫുള്ള് ചുറ്റി നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് വശം വരുന്നത്. ഇത് നോർത്ത് സൈഡാണ്. ഇത്രയും സ്പേസ് ടൈല് വരിക്കാതെ ബാലൻസ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെടികളൊക്കെ നടാനുള്ളതും അതല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ നടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിണർ വന്നുള്ളത്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. നല്ല വെട്ടുകൾ ചെത്തിയിറക്കിയ കിണറും കൂടിയാണ്. വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവും. നമുക്കിനി ഫ്രണ്ടിലേക്ക് വരാം. അതായത് കിഴക്ക് വശമാണ്. കിഴക്ക് വശത്ത് ഇത്രയും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കിണറും അതുപോലെ തന്നെ അടുക്കളയും വന്നിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ടോട്ടലി 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം ഒരു വാഹനം നമ്മുടെ പോർച്ചിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാഹനം നമുക്ക് ഇവിടെ ഇടാം. അപ്പോൾ 2 വാഹനങ്ങൾ തടസ്സമില്ലാതെ നമുക്ക് കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ പോർച്ചൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. 2 കളർ പാറ്റേണിലുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. ഒരു 2-3 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. അപ്പം ടീക്കൂഡിലാണ് അതിൻ്റെ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറിൻ്റെ പാറ്റേണും ഭംഗിയുള്ളൊരു പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോർണർ സെറ്റ് ചെയ്താവുന്നതാണ്. ഇത് സൗത്ത് സൈഡാണ്. 4 പാളി വലിയ ജനൽ വന്നിട്ടുണ്ട്. പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇത് വെസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ടാണ് 2 വിൻഡോസ് വന്നുള്ളത്. അതായത് കയറി വരുന്ന പ്രധാന എൻട്രൻസിന് ഇരുവശങ്ങളിലായിട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡിൽ ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ TV യൂണിറ്റ് കൊടുത്തുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തുള്ളത്. അപ്പം ഈ ഭാഗം വരുന്ന ഈസ്റ്റ് സൈഡാണ്. ഇവിടെ ചെറിയ രീതിയിലൊരു പെർഗോള വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് ലൈറ്റ് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ ഡൈനിങ്ങിലേക്ക് പോകാം. നമുക്ക് അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. ഇതുകൂടാതെ സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടറിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് TV വേണമെങ്കിൽ കാണാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. മേലെ ഫാൻസി ലൈറ്റ് ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തുള്ളത്. ഒതുങ്ങി മാറിയായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വന്നുള്ളത്. ഇങ്ങനെ വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. സിറയുടെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. LED മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മിററാണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആണെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഓപ്പൺ കിച്ചണായിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അവിടെ ഫാൻസി ലൈറ്റ് കിട്ടുന്നുണ്ട്. ശരിക്കും ഇതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നാനോ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. അതായത്
നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. ഇങ്ങനെ ഒരു യു ഷേപ്പിലാണ് ഇതിന് കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുള്ളത്. നാനോ വൈറ്റ് തന്നെയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ടാൻഡം ബോക്സിലാണ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ ക്ലോസ് ആണ്. അപ്പം ഈ ഭാഗത്ത് ഈസ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഫുഡും പോകുമൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ട് ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. 2 പാളി ജനലും വന്നിട്ടുണ്ട്. അപ്പം ധാരാളം കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇനി വലിയൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്ക് വരാം. എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് തന്നെയാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്. ടൈല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള 2 സിങ്കും ടാപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡോറും വന്നുള്ളത്. അപ്പം നല്ല വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള കിച്ചനാണ് കണ്ടത്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. സീലിംഗ് വർക്കും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കാണെന്നുണ്ടെങ്കിലും വലിപ്പമുള്ള കബോർഡ് തന്നെയാണ്. വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷവർ ഏരിയ വരുന്ന ഭാഗം ഒന്ന് താഴ്ത്തിയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാവുന്നതാണ്. ജാങ്കോൻ്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ടാണ് ഹീറ്ററിൻ്റെ പോയിന്റും എക്സോസ്റ്റും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് സെറയുടെ വന്നിട്ടുണ്ട്. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിനും മിററും ഇനി ലൈറ്റിൻ്റെ പോയിന്റും കൊടുക്കാനുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 10 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡുമാണ്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും വിത്ത് മിററോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിലാണ്. വിത്ത് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പം 3 സെക്ഷനായിട്ട് വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. കയറി ചെല്ലുന്ന ഭാഗത്ത് 2 സെക്ഷനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ടി യൂണിറ്റിൻ്റെ സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സോഫ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടി യൂണിറ്റ് കൊടുക്കാം. അതല്ല എങ്കിൽ ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കും അതിവിശാലമായിട്ടുള്ളൊരു ഫാമിലി ലിവിങ് സ്പേസ് അപ്പർ ലിവിങ്ങിൽ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. എല്ലാ ഭാഗത്തും പവർ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഇട്ടൊക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന, അതായത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇപ്പം 2 സെക്ഷനായിട്ടാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഒന്ന് കവേർഡ് ബാൽക്കണി, പിന്നെ ഒന്ന് ഓപ്പൺ ബാൽക്കണി. കവേർഡ് ബാൽക്കണിയിൽ ടൈല് വന്നിരിക്കുന്നത് ഗ്ലോസി ഡിസൈനാണ്. പിന്നെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് വരാൻ നേരത്ത് ടൈലിൻ്റെ സ്വഭാവം മാറി ടൈല് വന്നിരിക്കുന്നത് മാറ്റ് ടൈലിലേക്ക് വന്നു. തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടൈൽ പാറ്റേൺ ഇവിടെ കൊടുക്കുന്നത്. അപ്പം ധാരാളം ചെടികളൊക്കെ വെച്ച് ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ നമുക്ക് ബാൽക്കണിയിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ബാൽക്കണിയും കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബെഡ്റൂമാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒതുങ്ങി മാറിയിട്ടാണ് വാൾഡ്രോബ്സ് വന്നുള്ളത്. മിറർ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. സെയിം വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെഡസ്റ്റൽ ടൈപ്പിൽ വാഷ് ബേസിൻ, മിറർ, അതുകൂടാതെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ വന്നിരിക്കുന്നതൊക്കെ ജാങ്കോൻ്റെ ആണ്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ്, എക്സോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റിൽ തന്നെയാണ്. 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതാണ് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
നല്ല കബോർഡ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കൊന്ന് പോവാം. അതിവിശാലമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടൈലാണെങ്കിലും മാറ്റ് ടൈൽ 2x2 ടൈലാണ് വന്നുള്ളത്. ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻറ്റ്, വേസ്റ്റ് ലൈൻ ഒരു സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലക്കി വിരിച്ചിട്ട് ഇത് തന്നെ ധാരാളമാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ലാഡറാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും ഹാൻഡിലൊക്കെ കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ടാങ്ക് ആണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡ് അടിച്ച് ഹൈറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടാപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൊരു വില്ല പ്രോജക്റ്റിനകത്തുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 6 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2350 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 BHK ആണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എയർപോർട്ടിലേക്കൊക്കെ ഈസി ആയിട്ട് പോകുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.